ഹായ്, ഞാൻ PSC ഉദ്യോഗാർത്ഥിയാണ്. ഞാൻ യൂട്യൂബിൽ ഒരുപാട് PSC റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മലയാളം ടീച്ചറും ഒരു കറണ്ട് അഫയേഴ്സ് ടീച്ചറും പറയുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ടീച്ചേഴ്സിനും. അവർ വേറെ വേറെ ചാനലിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞു കേട്ടോ. രണ്ടുപേരും പരസ്പരം അറിഞ്ഞിട്ടല്ല പറഞ്ഞത്, രണ്ടുപേരും പല ക്ലാസ്സിലായിട്ട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിൽ ഒരു ടീച്ചർ പറഞ്ഞത് എന്താണ്, ഇപ്പോൾ അടുത്ത ഒരു സ്ത്രീ ബസ്സിൽ വെച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ആൾ ആത്മഹത്യ ചെയ്തില്ലേ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഒരു ടീച്ചർ പറഞ്ഞത്. മറ്റേ ടീച്ചർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അവസാനം അവർ പറഞ്ഞു, ഒന്ന് പേടിച്ച് പറയണ പോലെ, ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നും അല്ല കേട്ടോ എന്ന്. അപ്പോൾ പിന്നെ അതുപോലെ കേട്ടിട്ടുണ്ട് ഫെമിനിച്ചി. എനിക്കിഷ്ടമില്ലാത്ത വാക്കായി ഫെമിനിച്ചി. ഫെമിനിസ്റ്റ് എന്ന് കേൾക്കാൻ പിന്നെയും രസമുണ്ട്. ഈ ഫെമിനിച്ചി എന്ന് പറയുമ്പോൾ ഒരു തരം വൃത്തിയായിട്ട വാക്ക്. അപ്പോൾ ഞാൻ എന്താണ് ഈ ഫെമിനിസ്റ്റ്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സമത്വം ആവശ്യപ്പെടുകയും സ്ത്രീകൾക്ക് പുരുഷന് തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറഞ്ഞാൽ ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പാക്കുക. എന്താണ് ഇതിൽ ഇത്ര വലിയ തെറ്റ്? ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുരുഷൻ്റെ അത്ര തന്നെ സ്വാതന്ത്ര്യവും പുരുഷൻ്റെ അത്ര തന്നെ സ്ഥാനവും, അങ്ങനെ പുരുഷന് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും തനിക്കും കിട്ടണം എന്ന് പറയുന്ന ഒരു സ്ത്രീയല്ലേ ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാലേ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഫെമിനിസ്റ്റ് എന്ന സംഭവത്തിന് ഇങ്ങനെ പേടിക്കണേന്ന് വിചാരിച്ചപ്പോൾ അവർ ആക്ച്വലി ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അതിൻ്റെ പേരാണ് മിസാൻഡ്രിസ്റ്റ്. മിസാൻഡ്രിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പുരുഷവിദ്വേഷി, പുരുഷന്മാരെ വെറുക്കുന്ന അല്ലെങ്കിൽ പുരുഷന്മാരോട് വിവേചനം കാണിക്കുന്ന വ്യക്തികളെയാണ് മിസാൻഡ്രിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് സംഗതി. അതായത് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിനെ മിസാൻഡ്രിസ്റ്റ് ആയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഫെമിനിസ്റ്റ് എന്ന വാക്കിന് ഒരു കുഴപ്പമില്ല. എൻ്റെ അറിവിൽ, ഞാനൊരു 90s കിഡാണ്, എൻ്റെ അറിവിൽ ഒരു 90s കിഡ്സ് മുതൽ പിന്നെ ഉള്ള ജെൻസി ആയാലും എല്ലാം ഈ ഫെമിനിസ്റ്റ് ആണ്. അല്ലാതെ പുരുഷൻ്റെ കാഴ്ചവെട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, പുരുഷൻ്റെ അത്ര സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന സ്ത്രീകളൊന്നും ഇന്നത്തെ ജനറേഷനിൽ ഇല്ല. അതൊരു 90s കിഡ്സിന് മുന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ പാദത്തിലാണ് അമ്മയുടെ സ്വർഗം എന്നൊക്കെ. പക്ഷേ അതവരുടെ കാലഘട്ടം. പക്ഷേ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ പുരുഷനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പുരുഷനോടൊപ്പം നിൽക്കാൻ കഴിവുള്ള സ്ത്രീകളാണ്. സുനിത വില്യംസ് ബഹിരാകാശം വരെ എത്തി ഇല്ലേ? കാമ്യ കാർത്തികേയൻ എവിടെയൊക്കെ എത്തി, ഏതൊക്കെ കൊടുമുടി കീഴടക്കി. അപ്പോൾ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു വാക്കൊന്നുമല്ല, അല്ലെങ്കിൽ അത് ഫെമിനിസ്റ്റി എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളേണ്ട ഒരു വൃത്തികെട്ട വാക്കൊന്നുമല്ല. ഫെമിനിസ്റ്റ് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ: ആണിനോളം സ്ത്രീയും നിൽക്കണം, ആണിനുള്ള അതേ അധികാരങ്ങൾ, അതേ അവകാശങ്ങൾ അതൊക്കെ നമുക്കും വേണം എന്ന് മാത്രമേ ഈ ഫെമിനിസ്റ്റ് പറയുന്നുള്ളൂ. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ചീത്ത വാക്കൊന്നുമല്ല. നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ആവാഞ്ഞാൽ മതി. താങ്ക് യു.